സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ അതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം ആക്കണമെന്ന് വെറുതെ പറയാൻ പോലും കെ സുരേന്ദ്രൻ എന്താണ് അധികാരം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമങ്ങളും ഒരു എം പിക്കും അങ്ങനെ ഒരു അധികാരം നൽകുന്നില്ല. വിദൂര സാധ്യതയിലെങ്കിലും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാലും കെ സുരേന്ദ്രന് പേര് പോയിട്ടൊരു രേഖ പോലും മാറ്റി വരയ്ക്കാനോ തിരുത്താനോ അധികാരം കിട്ടുകയില്ല. ഒരു സംസ്ഥാനത്തിനുള്ളിലെ ഒരു പ്രദേശങ്ങളും അതിന് ജില്ലയായാലും ഗ്രാമമായാലും പട്ടണമായാലും അത് മാറ്റുന്നതിനുള്ള അധികാരം തുടങ്ങുന്നത് സംസ്ഥാനത്തിനുള്ളിൽ നിന്ന് മാത്രമാണ്. അതായത് സംസ്ഥാന സർക്കാരോ സംസ്ഥാന നിയമസഭയോ ആണ് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടത് പോലും. അതിനുശേഷം മാത്രമാണ് കേന്ദ്ര സർക്കാർ പോലും കടന്നു വരുന്നത്. സംസ്ഥാനത്തിനുള്ളിലെ പ്രദേശങ്ങളുടെ പേര് മാറ്റാനുള്ള അധികാരം സംസ്ഥാനത്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഒരു MLA സ്ഥലത്തിൻ്റെ പേര് മാറ്റത്തിന് ആസ്പദമായ ഒരു പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. ഈ പ്രമേയത്തിൻ്റെ മേൽ വിപുലമായ ചർച്ചകൾ നിയമസഭയിൽ നടക്കുന്നു. അതിനുശേഷം മാത്രമേ ഔപചാരികമായ ഒരു വോട്ടെടുപ്പ് ഈ പ്രമേയത്തിന് മേൽ നടക്കുകയുള്ളൂ. ഈ വോട്ടെടുപ്പിൽ പ്രമേയം പാസ്സാക്കപ്പെട്ടാൽ പ്രമേയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് അയക്കുന്നു. മന്ത്രാലയം മറ്റ് സ്റ്റേറ്റ് ഏജൻസികളോട് കൺസൾട്ട് ചെയ്യുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇൻ്റലിജൻസ് ബ്യൂറോ, റെയിൽവേ മന്ത്രാലയം, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള ഏജൻസികളുടെ അപ്രൂവലുകൾ വാങ്ങിക്കേണ്ടതുണ്ട്. എല്ലാ ഏജൻസികളും അപ്രൂവ് ചെയ്താൽ ആഭ്യന്തര മന്ത്രാലയം ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC ഇഷ്യൂ ചെയ്യുകയാണ്. തുടർന്ന് സംസ്ഥാനം ഔദ്യോഗിക ഗസറ്റിൽ പേര് മാറ്റിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ്. ഇനി ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റാനാണെങ്കിലോ ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെന്റ് പ്രസിഡന്റിന്റെ അനുമതിയോടെ സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതിനുള്ള ബില്ല് അവതരിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ അഭിപ്രായം ആരായണമെന്ന വ്യവസ്ഥയുണ്ട്. സംസ്ഥാനം എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്താലും അതൊന്നും പാർലമെന്റിന് മുഖവിലക്കെടുക്കുകയേ വേണ്ട. മോദിയുടെ കാലത്ത് പേര് മാറ്റങ്ങൾക്ക് പിന്നിൽ വ്യവസ്ഥാപിതമായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവായ ചരിത്ര വസ്തുതകളെയും മുഗൾ ചരിത്രത്തെയും വർഗീയവൽക്കരിക്കുകയും അതിനെ ഹിന്ദുത്വ വിഭാഗീയതയിൽ ആക്കം കൂട്ടാനുമാണ് സംഘപരിവാർ പേരുമാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലഹബാദിനെ പ്രയാഗ്രാജ് ആക്കി മാറ്റിയതും ഫൈസാബാദ് ജില്ലയെ അയോധ്യയാക്കിയതും ഫിറോസ് ഷാ കോത്ല സ്റ്റേഡിയത്തെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ആക്കി മാറ്റിയതും മുഗൾ സരായി ജംഗ്ഷനെ ദീൻ ദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ ആക്കിയതും എല്ലാം ഹിന്ദുത്വ അജണ്ടകളിലാണ്. മുസ്ലിം രാജാക്കന്മാരെയും അവരുടെ പേരും അവരുടെ ചരിത്രമൊക്കെ ശത്രുതാപരമാക്കി ചിത്രീകരിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ടിപ്പു സുൽത്താനെക്കുറിച്ച് സംഘപരിവാർ നടത്തിയ വർഗീയവൽക്കരണങ്ങൾ വ്യാപകമായിരുന്നു. ടിപ്പു സുൽത്താൻ സംഘപരിവാറിനെ അത്രയധികം വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് സുൽത്താൻ ബത്തേരിയിൽ കെ സുരേന്ദ്രൻ നടത്തുന്നത്. രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ചിത്രത്തിൽ എവിടെയുമില്ലാതെ പോകുന്ന കെ സുരേന്ദ്രന്മാർ നടത്തുന്ന വിഭാഗീയ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് ബത്തേരിയിലേക്ക് ഗണപതി വട്ടം പിടിച്ചുകൊണ്ടുവന്നതിലൂടെ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ പേര് മാറ്റി അത് ഭാരത് എന്നതിലേക്ക് മാത്രം ചുരുക്കണമെന്നാണ് അവരുടെ നിലപാട്. ഇവരെല്ലാം കൂടി അങ്ങ് സുപ്രീം കോടതിയിൽ കയറിയിരുന്നു. മുഗൾ രാജാക്കന്മാർ നൽകിയ പേര് മാറ്റി തിരുത്തി കുറിക്കണമെന്ന്. അന്ന് സുപ്രീം കോടതി ഇവർക്കൊരു ക്ലാസ് എടുത്ത് തിരിച്ചു പറഞ്ഞു വിട്ടിരുന്നു. ചരിത്രം ചരിത്രമാണെന്ന്. മുഗൾ ചരിത്രവും ടിപ്പുവിൻ്റെ പടയോട്ടവുമൊക്കെ ഇന്ത്യയുടെ ചരിത്രമാണെന്ന് ഇവർ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തിമാർ വരെ ഇവിടെ ജനിച്ചവരാണ്. പലരും ഇന്ത്യയിൽ തന്നെ മരണപ്പെട്ടവരും ഇവിടെ തന്നെ സംസ്കരിക്കപ്പെട്ടവരുമാണ്. ഇന്ത്യ അവരുടേതു കൂടിയാണ്. അവരുടെ കാലത്ത് രൂപപ്പെട്ട സ്ഥലനാമങ്ങൾ ചരിത്രമാണ്. ചരിത്രത്തെ വർഗീയവത്കരിച്ച് വളച്ചൊടിച്ചാലും പേരും സ്ഥലവും മാറ്റിയാലും ചരിത്ര വസ്തുതകൾ അങ്ങനെയല്ലാതാകില്ല.